പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരാധനയിലും പ്രാർത്ഥനയിലും നാം ഉപയോഗിക്കുന്ന ഉപകരണമാണ് ധൂപകലശം. എന്താണ് ധൂപകലശം കൊണ്ട് അർത്ഥമാക്കുന്നത്? ധൂപകലശം ആരാധനയുടെയും പ്രാർത്ഥനയുടെയും അവിഭാജ്യ ഘടകമാകുന്നത് എന്തുകൊണ്ടാണ്? ധൂപകലശം ദൃഷ്ടാന്തീകരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? ഇന്ന് പ്രഭാത വിചാരം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ ശുശ്രൂഷകളിൽ ധൂപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുവാണ് ധൂപകലശം അഥവാ ധൂപക്കുറ്റി. ധൂപക്കുറ്റിക്ക് ഒരു കീഴ്ത്തട്ടും അതിന് അടപ്പായി ഒരു മേൽത്തട്ടുമുണ്ട്. കീഴ്ത്തട്ട് 3 ചങ്ങലകളാൽ ഒരു പിടിയുമായി ബന്ധിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 4ാമത്തെ ചങ്ങല മുകൾ തട്ടിൻ്റെ മുകളിൽ നിന്നും മറ്റ് 3 ചങ്ങലകളും ബന്ധിച്ചിരിക്കുന്ന പിടിയുടെ ഇടയിൽ കൂടി ഒരു വളയവുമായി ബന്ധിച്ചിരിക്കുന്നു. ഈ വളയം ഉയർത്തുമ്പോൾ ധൂപക്കുറ്റിയുടെ മേൽത്തട്ട് ഉയരും. വളയം വിടുമ്പോൾ മേൽത്തട്ട് കീഴ്ത്തട്ടുമായി യോജിച്ച് അടയുകയും ചെയ്യും. കീഴ്ത്തട്ടിൽ കരിക്കട്ടയിട്ട് അതിൽ അഗ്നി കൊളുത്തും. അങ്ങനെ ഉണ്ടാകുന്ന അഗ്നിക്കനലിൽ സുഗന്ധദ്രവ്യങ്ങൾ ഇടുമ്പോൾ പുകയുണ്ടാകുന്നു. ചങ്ങലയുടെ പിടിയിൽ പിടിച്ച് മുമ്പോട്ടും പുറകോട്ടും വീശിക്കൊണ്ടാണ് ധൂപാർപ്പണം നടത്തുന്നത്. ഇനി എന്താണ് ഈ ധൂപകലശം ദൃഷ്ടാന്തീകരിക്കുന്നത്? ധൂപകലശത്തിൻ്റെ കീഴ്ത്തട്ട് ഭൂമിയെയും അതിൻ്റെ മേൽത്തട്ട് ആകാശത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നാം കേട്ടിട്ടുണ്ടാകാം. കീഴ്ത്തട്ടിലെ കരിക്കട്ട പാപികളായി തീർന്ന ഭൂവാസികളെയും അതിലെ അഗ്നി ദൈവവിശ്വാസത്തെയും തീക്കട്ട വിശുദ്ധന്മാരെയും സുഗന്ധദ്രവ്യങ്ങൾ സുവിശേഷത്തെയും ദൃഷ്ടാന്തീകരിക്കുന്നു. അതിൽ നിന്ന് ഉയരുന്ന പുക പ്രാർത്ഥനയെയും ആരാധനയെയുമാണ് കുറിക്കുന്നത്. വിശ്വാസികളായ ജനങ്ങളിൽ സുവിശേഷം പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്നും പ്രാർത്ഥനകളും സ്തുതിപ്പുകളും ഉയരുന്നു എന്നാണ് ഇതർത്ഥമാക്കുന്നത്. ചങ്ങലകളെ യോജിപ്പിക്കുന്ന പിടി സ്വർഗത്തെയും കീഴ്ത്തട്ടിനെ പിടിയുമായി യോജിപ്പിക്കുന്ന 3 ചങ്ങലകൾ വിശുദ്ധ ത്രിത്വത്തെയുമാണ് ദൃഷ്ടാന്തീകരിക്കുന്നത്. മുകൾത്തട്ടിനെ ഉയർത്താൻ ഉപയോഗിക്കുന്ന 4ാമത്തെ ചങ്ങല ക്രിസ്തുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഭൂമിയുടെ സൃഷ്ടി വിശുദ്ധ ത്രിത്വമാണ് നടത്തിയതെന്നും സൃഷ്ടാവിൻ്റെ ബലത്തിൽ അത് സ്ഥിതി ചെയ്യുന്നുവെന്നും 3 ചങ്ങലകളിൽ തൂങ്ങിക്കിടക്കുന്ന കീഴ്ത്തട്ട് സൂചിപ്പിക്കുന്നു. തൻ്റെ മനുഷ്യാവതാരത്താൽ ആകാശം തുറന്ന് ഭൂമിക്ക് രക്ഷ നൽകിയ നമ്മുടെ കർത്താവും നാഥനുമായ യേശുവിനെ 4ാം ചങ്ങല പ്രതിനിധാനം ചെയ്യുന്നു. യേശു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്നും ഈ ചങ്ങല പ്രഖ്യാപിക്കുന്നു. ആകെയുള്ള 4 ചങ്ങലകളിൽ 2 ചങ്ങലകൾ പുത്രൻ തമ്പുരാനെയാണ് പ്രതിനിധീകരിക്കുന്നത്. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നുവെന്ന് നമുക്കറിയാം. 4 ചങ്ങലകളിലായി അനേകം ചെറിയ ചങ്ങല കണ്ണികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ലോകാരംഭം മുതൽ ജനത്തെ നയിക്കുകയും ദൈവവുമായി സംയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദീർഘദർശിമാരെയും വിശുദ്ധന്മാരെയും അറിയിപ്പുകാരെയും ഈ ചെറിയ കണ്ണികൾ ദൃഷ്ടാന്തീകരിക്കുന്നു. ഇതിൽ തൂങ്ങി നിൽക്കുന്ന 12 ചെറുമണികൾ 12 സ്ലീഹന്മാരെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത്. ഈ മണികളുടെ ശബ്ദം സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തെ ആണ് നമ്മുടെ ശ്രദ്ധയിലേക്ക്
കൊണ്ടുവരിക. ആരാധനയിൽ ധൂപമർപ്പിക്കുന്നത് ദൈവത്തിന് മാത്രമാണെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ വിശ്വാസികളുടെ നേരെ ധൂപം വീശുന്നുണ്ടല്ലോ. ക്രിസ്തു ധൂപം സ്വീകരിക്കുന്നവരിൽ വസിക്കുന്നതിനാലാണ് ജനങ്ങളുടെ നേരെ ധൂപം വീശുന്നത്. തങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംശികളാണെന്നുള്ള പ്രഖ്യാപനമാണ് ജനങ്ങൾ കുരിശു വരച്ച് ഈ ധൂപം സ്വീകരിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നതെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കിയിരിക്കണം. ധൂപം ജനത്തിന് നേരെ വീശുമ്പോൾ നാം ഇതെല്ലാം ഓർക്കുകയും കർത്താവിനായി മരിക്കാനും തയ്യാറാണെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കുരിശ് വരയ്ക്കുകയും ചെയ്യണമെന്നാണ് സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഈ ധൂപകലശം നമുക്ക് നൽകുന്ന അർത്ഥവ്യാപ്തി എത്രത്തോളം മഹത്തായതാണെന്ന് നാം മറന്നു പോകരുത്. ഇത് മനസ്സിലാക്കുകയും ആരാധനയിൽ അവിഭാജ്യ ഘടകമായി ഈ ധൂപകുറ്റിയെ തിരിച്ചറിയുകയും ചെയ്യണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങൾ